SIR-മായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ ഒരുപാട് സംശയമാണ് അതിന് താഴെ കമൻ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും അത്തരം സംശയങ്ങൾ ദൂരീകരിക്കാനും മറ്റും നമ്മുടെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിനും വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നുള്ളത്. തീർച്ചയായും നിങ്ങൾ അവസാനം വരെ കാണണം. SIR-മായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന എന്ത് സംശയങ്ങളും അത് നമ്മൾ ഈ വീഡിയോയിലൂടെ ദൂരീകരിച്ച് തരുന്നതാണ്. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് കൃത്യമായിട്ടുള്ള മറുപടി തരുക എന്നതുകൂടിയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നോടൊപ്പം ഇന്നും ബിലാൽ ചൂരിയുണ്ട്. ബിലാൽ ചൂരി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SDPI പ്രവർത്തകനും അതുപോലെ തന്നെ ഇതിൽ വളണ്ടിയർ സേവനം നടത്തുന്ന ആളുകളുമാണ്. ആളുകളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഫോമുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാനും വേണ്ടി നിലവിൽ അതിൻ്റെ വളണ്ടിയർ സേവനം ചെയ്യുന്ന ആളാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, അതായത് ഈ SIR-മായി ബന്ധപ്പെട്ട് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഫോമുകൾ എങ്ങനെ ഫിൽ ചെയ്യാം, അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഏതായാലും അതിൻ്റെ വിശദമായിട്ട് പറയുന്ന, അതിന് കൃത്യമായിട്ട് നമുക്ക് ഒരു സംശയത്തിന് പോലും ഇട നൽകാത്ത വിധം അതിന് കൃത്യമായി രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നുള്ളത്. തീർച്ചയായും നിങ്ങൾ അവസാനം വരെ കാണുക. SIR-മായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്കുള്ള എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. SIR-മായി ബന്ധപ്പെട്ട് ആളുകൾക്ക് പല സംശയങ്ങളും ഇപ്പോഴും ഉണ്ട്. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതിന് താഴെ ഒരുപാട് ആളുകളാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇന്ന് എത്തിയിരിക്കുന്നത്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ തന്നെയാണ് നമ്മൾ ഈ കാര്യം ജനങ്ങളുമായിട്ട് പങ്കുവെക്കുന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും ആളുകൾക്ക് പല സംശയങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫോം ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ജനങ്ങളോട് പറഞ്ഞു. പക്ഷേ അത് ഒന്നും കൂടി അവരെ വിശദമായിട്ട് ബോധ്യപ്പെടുത്തുന്നത് കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ നിലവിലുള്ള സംശയങ്ങൾ അതിന് നമുക്ക് മനസ്സിലാവുന്ന, നമുക്കറിയാവുന്ന മറുപടികൾ കൂടി കൊടുക്കേണ്ടതുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറയാൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചത് SIR 2002 SIR ലിസ്റ്റിൽ ഉള്ളവരും ഇന്ന് 2025 നിയമസഭാ ഇലക്ഷനിൽ പിന്നെ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന രീതിയിലായിരുന്നു നമ്മൾ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ 2002 ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ, അഥവാ ഇന്ന് 2025 നിയമസഭാ ഇലക്ഷനിൽ ഉള്ള ആളുകൾ 2002 ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ അതിലുള്ള അപാകതകളും അതേപോലെ സംശയങ്ങളും കൺഫ്യൂഷനുകളൊക്കെ കുറിച്ചിട്ട് പിന്നെ പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. അവർക്ക് വ്യക്തമായിട്ട് ഇപ്പോഴും ഒരുപാട് സംശയങ്ങൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത വരുത്തുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. ഇത് എന്യൂമറേഷൻ ഫോറം. ഈ എന്യൂമറേഷൻ ഫോറം എൻ്റെ എന്യൂമറേഷൻ ഫോറമാണ്. ഇതിൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന രൂപമാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് എൻ്റെ പേര് മൊയ്തീൻ ബിലാൽ CM എന്ന വ്യക്തി. ഓക്കെ, ആ മൊയ്തീൻ ബിലാൽ CM എന്ന വ്യക്തി ഇപ്പോഴും 2002 SIR ലിസ്റ്റിലും വോട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നത്. ആദ്യം നമ്മൾക്ക് വോട്ടറുടെ മൊയ്തീൻ ബിലാൽ CM ഇന്നത്തെ വോട്ടർ ID-യുടെ എപ്പിക് നമ്പർ അഥവാ വോട്ടർ ID നമ്പർ, എൻ്റെ നിലവിലെ വീട്ടു നമ്പറും വാർഡും അടങ്ങിയ വിലാസം. ഓക്കെ, ആ വിലാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫോം എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഈ ഫോം കിട്ടിയ ഉടനെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് എൻ്റെ ആധാർ കാർഡിൽ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത് ഡേറ്റ് ഓഫ് ബർത്ത് 1987 ശേഷം ജനിച്ച ആളുകൾ, 1987 ശേഷം ജനിച്ച ആളുകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കാണിക്കേണ്ടതുണ്ട്. അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് നിർബന്ധമാണ്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോഴത്തെ ആധാർ കാർഡിൽ, പല ആധാർ കാർഡിലും ഡേറ്റ് ഓഫ് ബർത്ത് അപ്ഡേറ്റഡ് ആയിട്ട് ഉണ്ടാവില്ല, ഇയർ മാത്രമായിരിക്കും അതിലുണ്ടാകുന്നത്. പല ആധാർ കാർഡിലും പിന്നെ ഒന്നെങ്കിൽ ഇയർ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആധാർ കാർഡ്, അത് അക്ഷയയിൽ പോയാൽ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ട് തരും. ഇപ്പോൾ വരുന്ന എല്ലാ അപ്ഡേറ്റഡ് ആധാർ കാർഡുകളിലും ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് പാസ്പോർട്ടോ ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡേറ്റ് ഓഫ് ബർത്തുകളാണ് ഇവിടെ കൊടുക്കേണ്ടത്.
അതേപോലെ രണ്ടാമത്തെ കോളത്തിൽ ആധാർ നമ്പർ, നമ്മുടെ മൊബൈൽ നമ്പർ, പിതാവിൻ്റെ പേര് ആധാറിലോ ഇല്ലെങ്കിൽ പാസ്പോർട്ടിലോ പിന്നെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലോ ഉള്ള പിതാവിൻ്റെ അതേപോലെ എങ്ങനെയാണോ ഉള്ളത് ആ ഡോക്യുമെൻസിലുള്ള പോലെ നമുക്ക് ഈ പിതാവിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. പിതാവിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. നിലവിൽ അവർക്ക് വോട്ടുണ്ടെങ്കിൽ എപ്പിക് നമ്പർ ലഭ്യമാകുമല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. അതേപോലെ മാതാവിൻ്റെ പേരും നമ്മൾ നിലവിലുള്ള പിന്നെ നമ്മുടെ പേഴ്സണൽ ഡോക്യുമെൻസിലുള്ള മാതാവിൻ്റെ പേര് എങ്ങനെയാണോ ഉള്ളത് അത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ജനന തീയതി ഞാൻ കൊടുത്തു, ആധാർ നമ്പർ കൊടുത്തു, മൊബൈൽ നമ്പർ കൊടുത്തു, പിതാവിൻ്റെ പേര് കൊടുത്തു, മാതാവിൻ്റെ പേര് കൊടുത്തു. മാതാവിൻ്റെ നിലവിലെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ നിലവിൽ വൈഫിന് വോട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ പേരും കൊടുക്കുന്നു. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾക്ക് അവിടെ പങ്കാളിയുടെ പേര് കൊടുക്കാം. അവർക്ക് വോട്ടുണ്ടെങ്കിൽ എപ്പിക് നമ്പർ ഉണ്ടാവും, അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ എപ്പിക് നമ്പറും കൊടുക്കാം. അപ്പോൾ ഈ കോളം നമ്മൾക്ക് കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2002 എനിക്ക് വോട്ട് ഉണ്ട്. SIR ലിസ്റ്റിൽ എൻ്റെ പിന്നെ വോട്ട് ഉള്ള ആളാണ് ഈ ബിലാൽ എന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം ഞാൻ എഴുതുന്നത് വോട്ടറുടെ പേര്, എൻ്റെ പേര് തന്നെ 2002 SIR ലിസ്റ്റ് നോക്കിയിട്ട് ഞാൻ എൻ്റെ മുഴുവൻ പേര് ഇതിൽ കാണിച്ചിട്ടുള്ളൂ, മൊയ്തീൻ ബിലാൽ CM എന്നാണ്. ഞാൻ 2002 SIR ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടാകുമ്പോൾ എൻ്റെ പേര് മൊയ്തീൻ ബിലാൽ എന്ന് മാത്രമാണ് അതിൽ കാണുന്നത്, CM എന്ന് കാണുന്നില്ല. ഞാൻ എങ്ങനെയാണോ അതിലുള്ളത് അതുപോലെ വോട്ടറുടെ പേര് ഇവിടെ എഴുതുന്നത്. അതിൽ കാണിക്കുന്ന 2002 എപ്പിക് നമ്പർ ആ വോട്ടർ ലിസ്റ്റിൽ കാണിക്കുന്നത് ഇന്നത്തതല്ല എപ്പിക് നമ്പർ, ഈ എപ്പിക് നമ്പർ അല്ല, 2002 ലിസ്റ്റിലെ SIR ലിസ്റ്റിലെ എപ്പിക് നമ്പർ ഇവിടെ ഞാൻ ചേർക്കുന്നു. ഇനി അഥവാ ആ ലിസ്റ്റിലെ എപ്പിക് നമ്പർ ഇല്ലെങ്കിൽ ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ആ 2002 എൻ്റെ പേരിന് നേരെ ഓപ്പോസിറ്റായിട്ട് എന്താണ് ബന്ധുവിൻ്റെ പേര് അതിൽ നൽകിയിരിക്കുന്നത് അത് ഞാനിവിടെ കൊടുക്കുന്നത്. എൻ്റെ ബന്ധുവിൻ്റെ പേര് അബ്ദുല്ല എന്ന് അതിൽ കാണുന്നത് കൊണ്ട് ഞാൻ അവിടെ അബ്ദുല്ല എന്ന് കൊടുക്കുന്നത്. എന്താണ് അവരായിട്ടുള്ള ബന്ധം, എനിക്ക് എന്താണ് അവരായിട്ടുള്ള ബന്ധം, ആ ബന്ധം ഫാദർ എന്ന് ഞാൻ കൊടുക്കുന്നു. ജില്ല കൊടുക്കുന്നു, സംസ്ഥാനം, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലം 002 കൊടുക്കുന്നു. ഈ വോട്ടറുടെ പേരിലുള്ള അന്നത്തെ ആ ഭാഗം നമ്പർ 2002 ലിസ്റ്റിൽ കാണിക്കുന്ന പാർട്ട് നമ്പറും സീരിയൽ നമ്പറും ഭാഗം നമ്പറും ക്രമ നമ്പറായിട്ട് കൊടുക്കുന്നു. എനിക്ക് SIR ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റായി, എനിക്കെന്നെ ഒന്നില്ല. ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ക്ലിയറാണ്, ക്ലാരിഫിക്കേഷനാണ്. നമുക്ക് ഇനി ഇയറിങ്ങിൻ്റെ സമയത്ത് പോലും നമ്മളെ ചിലപ്പോൾ അവർക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല, ഓട്ടോമാറ്റിക് SIR ലിസ്റ്റിൽ ഉൾപ്പെടും. ഇതാണ് ഇന്നും 2002 ഉൾപ്പെട്ട വോട്ടറുടെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്. ഇതോടെ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൽ ഒപ്പിട്ടിട്ട് BLOൻ്റെ ഒപ്പ് ഓൾറെഡി ഉണ്ടാവും. അത് സബ്മിറ്റ് ചെയ്യാൻ BLOമാരെയോ അല്ലെങ്കിൽ BLAമാരെയോ ഏൽപ്പിച്ച് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ SIR ലിസ്റ്റിൽ 2002 ഉൾപ്പെട്ട ആൾക്കാരുടെ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നാണ് പിന്നെ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തന്നിട്ടുള്ളത്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് 2002 ഇന്ന് ഇപ്പോൾ വോട്ടുണ്ട്, 25 വോട്ടുണ്ട്, പക്ഷെ 2002 വോട്ട് ഇല്ലാത്ത ഒരാൾ, അതിന് ഞാൻ ചൂസ് ചെയ്യുന്ന എൻ്റെ ഭാര്യ. അത് എങ്ങനെ ഫില്ല് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ 2002 വോട്ട് ഇല്ലാത്ത ഒരു വ്യക്തിയും എന്നാൽ 2025 വോട്ടുള്ള ഒരു വ്യക്തിയും അവരെങ്ങനെയാണ് ഈ ഫോം ഫില്ല് ചെയ്യുന്നതെന്നോ അതിന് ഞാൻ എൻ്റെ വൈഫിൻ്റെ തന്നെയാണ്. അവർക്ക് 2025 വോട്ടുണ്ട്, എന്നാൽ 2022 SIR ലിസ്റ്റിൽ വോട്ട് ഉൾപ്പെട്ടിട്ടില്ല. അവർ ഫില്ല് ചെയ്യേണ്ടത് അവരുടെ നിലവിലെ പേരും അതേപോലെ നിലവിലെ എപ്പിക് നമ്പറൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫോം കിട്ടിയിട്ടുണ്ട്. ഞാൻ അവരുടെ നിലവിലെ ആധാർ കാർഡിലും പിന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ അത് തന്നെ ഇവിടെ കൊടുക്കുന്നു, ആധാർ നമ്പർ കൊടുക്കുന്നു, അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു. വൈഫിൻ്റെ പിതാവിൻ്റെ പേര് ഡോക്യുമെൻസിലൊക്കെ ഉള്ള പ്രകാരം ഞാൻ കൊടുക്കുന്നു. എൻ്റെ പിതാവ് മരണപ്പെട്ടിട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് നിലവിലെ അവർക്ക് എപ്പിക് നമ്പർ പിന്നെ കൊടുക്കേണ്ടതില്ല. കാരണം നിലവിലെ ഇത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ അവർക്ക് വോട്ടൊന്നും ഉണ്ടാവില്ല ഫാദറിന്, അതുകൊണ്ട് എപ്പിക് നമ്പർ അവർക്ക് ലഭ്യമല്ലാത്തത് കൊണ്ട് അവിടെ വിടുന്നു. മാതാവിൻ്റെ പേര് കൊടുക്കുന്നു. മാതാവിൻ്റെ
എപ്പിക് നമ്പർ ലഭ്യമായതുകൊണ്ട് ഇവിടെ കൊടുക്കുന്നു. അതേപോലെ എൻ്റെ വൈഫിൻ്റെ പങ്കാളിയുടെ പേര് അഥവാ എൻ്റെ പേരാണ് ഇതിൽ കൊടുക്കേണ്ടത്. മൊയ്തീൻ ബിലാൽ എന്ന വ്യക്തി, അത് എൻ്റെ മൊയ്തീൻ ബിലാൽ CM എങ്ങനെയാണോ നിലവിൽ എനിക്ക് വന്നിട്ടുള്ളത്, ഈ പേപ്പർ എങ്ങനെയാണോ വന്നിട്ടുള്ളത്, ഏത് പേരിലാണോ വന്നിട്ടുള്ളത്, അതേപോലെ ഇതിൽ കൊടുക്കുന്നത്. എൻ്റെ എപ്പിക് നമ്പറും ഇതിൽ കൊടുക്കുന്നത്, അഥവാ എൻ്റെ വൈഫിൻ്റെ പങ്കാളിയുടെ എപ്പിക് നമ്പറാണ് ഇതിൽ കൊടുക്കുന്നത്. ആദ്യത്തെ കോളം കഴിഞ്ഞു. ഇനി ഇവർക്ക് ഈ കോളം ബാധകമല്ല. 2 SIR ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് കൊണ്ട് ഈ കോളം ബാധകമല്ല. ഞാൻ മൂന്നാമത്തെ കോളത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെട്ട ബന്ധുവിൻ്റെ വിവരങ്ങളാണ്. നമ്മുടെ വിവരങ്ങൾ ഒന്നും ഇതിൽ വരാൻ പാടില്ല. ബന്ധുവിൻ്റെ വിവരങ്ങൾ, നമ്മളെ വിവരങ്ങളല്ല വരേണ്ടത്. നമ്മളെ വിവരങ്ങൾ ഇവിടെ വന്ന് എൻ്റെ പേര്, എൻ്റെ മാതാവിൻ്റെ പേര്, പിതാവിൻ്റെ പേരൊക്കെ ഇവിടെ വന്ന്, അതുകൊണ്ട് എൻ്റെ പേരും എൻ്റെ മാതാവാര് എൻ്റെ പിതാവാര് എന്നൊക്കെ ഇതിൽ കാണിച്ചു. പക്ഷേ ഇത് എനിക്ക് തെളിയിക്കണം, എൻ്റെ മാതാവ് 2002 SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, എൻ്റെ അതേപോലെ പിതാവ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് തെളിയിക്കുന്നതിന് ബന്ധുവിൻ്റെ രേഖകൾ ഇവിടെ നമ്മുടെ പേരല്ല, ബന്ധുവിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. അത് ഇനി ഞാൻ എൻ്റെ വൈഫിൻ്റെ 2002 ഉപ്പാൻ്റെ ഉമ്മാൻ്റെ SIR ലിസ്റ്റാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അത് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ വൈഫിൻ്റെ മാതാവിൻ്റെ പേര് 2002 ഉൾപ്പെട്ടിട്ട് ഉള്ളത് കൊണ്ട് ഇവിടെ കൊടുക്കുന്നു. അവരെ അന്നത്തെ എപ്പിക് നമ്പർ ഇതിൽ കൊടുക്കുന്നത്, ഷോ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ കൊടുക്കുന്നത്. ഷോ ചെയ്യുന്നില്ലെങ്കിൽ അത് ആവശ്യമില്ല. എന്നിട്ട് ആ SIR ലിസ്റ്റിൽ ബന്ധുവിൻ്റെ, എൻ്റെ മാതാവിൻ്റെ ബന്ധു ആര് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, ആ SIR ലിസ്റ്റിൽ അതിൻ്റെ ഓപ്പോസിറ്റ് അതേപോലെ ഇവിടെ അവരെ ബന്ധുവിൻ്റെ പേരും കൊടുക്കുന്നത്. എന്താണോ അതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ കൊടുക്കുന്നത്. അവരുമായിട്ടുള്ള, എൻ്റെ മാതാവ് അവരായിട്ടുള്ള ബന്ധം, കാരണം നമുക്ക് ഇതേപോലെ കണ്ണി പോകണം, അതുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് കൊടുക്കുന്നത്. ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, അവിടുത്തെ, കാരണം എൻ്റെ വൈഫിൻ്റെ മഞ്ചേശ്വരം മണ്ഡലം ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഞാൻ 002 ആണ് കൊടുത്തത്, ഇവിടെ 001 ആണ് കൊടുക്കേണ്ടത്. അവിടെ ആ ഇത് ഭാഗം നമ്പർ അതിൽ കാണിക്കുന്ന എൻ്റെ ഭാര്യയുടെ മാതാവിൻ്റെ ഭാഗം നമ്പർ ഏതാണ്, ആ പാർട്ട് നമ്പർ ഏതാണ്, ക്രമ നമ്പർ ഏതാണ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫോം കംപ്ലീറ്റ് ആയി. ഇനി അവർക്ക് അവരുടെ ഒപ്പിട്ടിട്ട് BLOക്ക് സമർപ്പിക്കാം, ഇല്ലെങ്കിൽ BLAകൾക്ക് ഏൽപ്പിക്കാം. ഇതാണ് കംപ്ലീറ്റ് ഇത്. ഇപ്പോൾ നിലവിൽ ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം എന്താണെന്ന് വെച്ചാൽ, പലരും ഫോം ആദ്യം തന്നെ കിട്ടിയ ആളുകളാണ്, അവർ ഓൾറെഡി ഫിൽ ചെയ്ത് കഴിഞ്ഞു. പലരും ചില അവ്യക്തതകൾ മൂലം ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില തെറ്റുകൾ, കറപ്ഷനൊക്കെ ഫോമിൽ വന്നിട്ടുണ്ടാകാം. ആ ഫില്ല് ചെയ്ത രീതിയിൽ ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരു ഭാവിയിൽ പ്രശ്നമാകാൻ സാധ്യതയുണ്ടോ? നിലവിൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്കോ പ്രയാസങ്ങൾക്കോ അത് കാരണമാകാൻ സാധ്യതയുണ്ടോ? നാം മനസ്സിലാക്കേണ്ടത്, ഇതിൽ തെറ്റിയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഒന്നാമത്തെ രണ്ടാമത്തെ ഈ 2 കോളത്തിൽ ആർക്കും സംശയങ്ങൾ കൂടുതലില്ല, അത് കൃത്യമായിട്ട് എഴുതുന്നത്. മൂന്നാമത്തേൽ മാത്രമാണ് പലർക്കും സംശയമുള്ളത്. പലരും തെറ്റിയിട്ട് എഴുതിയിട്ടുള്ളത്. ഈ പേര് എന്ന വിഷയത്തിൽ പലരും അവരുടെ പേര് എഴുതിയിട്ട് അവരുടെ നിലവിലെ എപ്പിക് നമ്പർ എഴുതുകയും പിന്നീട് SIR ലിസ്റ്റിലുള്ള മാതാവിൻ്റെയോ പിതാവിൻ്റെ പേര് എഴുതുകയും ആ ബന്ധം എന്നിടത്ത് ഈ മാതാവും ഈ വ്യക്തിയും തമ്മിലുള്ള ബന്ധം മാത്രമാണ് അതിൽ ഷോ ചെയ്യുന്നത്. അത് ഇവർ മാത്രം പറയുന്നത്. ഇത് SIR ലിസ്റ്റ് പ്രകാരം അങ്ങനെയുള്ള അത് കാണിക്കുന്നില്ല, അതാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഏറ്റവും പ്രായോഗികമായ രീതിയിൽ SIR ഇത് ഒരു കുഴപ്പമില്ല. SIR ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിച്ചതിന് ശേഷം, കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇയറിങ് പോലും ഇല്ലാതെ ഓട്ടോമാറ്റിക് ആ ലിസ്റ്റിൽ ആഡാകുന്ന രീതിയിലാണ് നമ്മൾ അതിനെക്കുറിച്ചിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇനി തെറ്റുതിരുത്തൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ചിലപ്പോൾ ഡോക്യുമെൻസുകൾ ഹാജരാക്കി അത് തെളിയിക്കേണ്ടി വരും എന്നത് മാത്രമാണ്. അപ്പോൾ അതിലേക്ക് കടക്കാതെ നമുക്ക് എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഏത് രീതിയിലാണ് നമ്മൾക്ക് BLOമാർക്ക് ട്രെയിനിങ്ങിലൂടെ കിട്ടിയത്, അത് BLOമാരിൽ പലർക്കും സംശയങ്ങളുണ്ടാവും. നമുക്ക് കിട്ടിയ അറിവനുസരിച്ച്, ഏറ്റവും നല്ല രീതിയിലുള്ള അറിവ് അനുസരിച്ചിട്ട്, അതേപോലെ ഇയറിങ് പോലും ഇല്ലാതെ നമുക്ക് SIR ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു രൂപരേഖയാണ് ഇങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തത്. അപ്പോൾ SIRമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും സുഹൃത്ത് ബിലാൽ നിങ്ങളോട് പറഞ്ഞു തന്നു. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ പേരും നമ്മളുടെ അഡ്രസ്സും അടക്കമുള്ള ഫോമാണ് നമുക്ക് ലഭിക്കുക. അതിലൊരു QR കോഡ് ഉണ്ടാകും, നമ്മുടെ ഒരു പഴയ ഫോട്ടോ ഉണ്ടാകും.
ആ പഴയ ഫോട്ടോ നിലവിൽ ഫോട്ടോ പതിക്കുക, പുതിയ ഫോട്ടോ ആവശ്യമുള്ളവർക്ക് പതിക്കാൻ അവിടെ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. പുതിയ ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇങ്ങനെ A to Z കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നേരത്തെ ബിലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യത്തെ കോളവും അതുപോലെ തന്നെ രണ്ടാമത്തെ കോളവും ഫിൽ ചെയ്യേണ്ടത് 2002 SIR പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ 2002 പട്ടികയിൽ ഉൾപ്പെടാത്ത എന്നാൽ 2024 വോട്ടർ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ആളുകൾ അവർ ഫില്ല് ചെയ്യേണ്ടതാണ് ആദ്യത്തെ കോളവും അതുപോലെ തന്നെ മൂന്നാമത്തെ കോളം, അവരുടെ ബന്ധുവിനെ വിശദമാക്കുന്ന കോളം, അവരാണ് ഈ മൂന്നാമത്തെ കോളം ഫില്ല് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കോളം അത്തരം ആളുകൾ ഫിൽ ചെയ്യേണ്ടതില്ല. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, BLOയുടെ ഒപ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ ഫോമിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ കയ്യിൽ 2 ഫോം ആണ് നൽകുന്നത്. ഒന്ന് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാനും മറ്റൊന്ന് ഇത് ഫിൽ ചെയ്തുകൊണ്ട് BLOക്ക് നൽകാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ആ 2 ഫോമിലും BLO ഒപ്പിട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫോം എത്തിയിരിക്കുന്നത് ചിലപ്പോൾ അത് ഏജന്റുമാർ മുഖേനയായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാകാം. BLO നേരിട്ട് ചിലപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാകില്ല. എങ്കിൽ പോലും ഈ വിഷയം സുപ്രധാനമായി കണ്ടുകൊണ്ട് ഇവിടെ ഈ ഫോമുകളിൽ അവർ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു സംശയങ്ങളും ആളുകൾക്കുണ്ട്, അതും കൂടി നമ്മൾക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് എന്ന് തന്നെ തോന്നുന്നു. കാരണം SIRമായി ബന്ധപ്പെട്ട് ഇത് പൗരത്വമായി ബന്ധപ്പെടുമോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ ഉണ്ട്. അതൊക്കെ മറ്റൊരു കാര്യമാണ്. എങ്കിൽ പോലും ഈ ആളുകൾക്കുണ്ടാവുന്ന സംശയങ്ങളിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ നൽകുന്നുണ്ട്. നമ്മളോട് ചോദിച്ച സംശയങ്ങൾക്ക് നമ്മൾ ഓരോന്നിനായി കൃത്യമായിട്ട് മറുപടി പറയുന്നതായിരിക്കും. ഇതിൽ കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള കമൻറ്റുകൾ ആണ്, അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാമെന്ന് തോന്നി. അതിനെപ്പറ്റിയാണ് 2002 ഇല്ല, 2025 ഇല്ല, എന്താണ് ചെയ്യേണ്ടത്? 2002 2025 വോട്ടർ പട്ടികയിലും ഇടം പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിലവിലുള്ള SIR പ്രോസസ് പ്രകാരം ഈ SIRന്റെ കരട് വോട്ടർ പട്ടിക അടുത്ത മാസം ഡിസംബർ 11 പ്രസിദ്ധീകരിക്കും. ആ ഡിസംബർ 11 ശേഷം SIR ഈ നിലവിലുള്ള ഈ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് പുതിയ ഫോം 6 എന്നുള്ള ഫോം അവൈലബിൾ ആണ്. ആ ഫോം വെച്ച് നിങ്ങൾക്ക് പുതിയ അപേക്ഷകൾ നൽകാവുന്നതാണ്. ആ അപേക്ഷയിലാണ് പുതിയ ആളുകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടത്. ഏതായാലും 2002 2025 ഇടം പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിലവിലുള്ള ഇതിൽ ഒന്നും ചെയ്യേണ്ടതില്ല. അടുത്ത മാസം ഡിസംബർ 11 ശേഷം വരുന്ന കരട് പട്ടികയിൽ നിന്നാണ് ആ കാര്യം ചെയ്യേണ്ടത്. പിന്നീട് ഒരു ചോദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഭയപ്പെടേണ്ട എന്ന് പറയും, പക്ഷെ ഒന്നും അറിയാതെ വീട്ടമ്മമാർ ഭയപ്പെട്ടിരിക്കുന്നു, ഒന്നും അറിയില്ല എന്ന് ചെയ്യും. അങ്ങനെയൊന്നുമില്ല. ആ ഒരു വിഷയമേ ഇല്ല, ഭയപ്പാടിൻ്റെ ഒരു കാര്യമേ ഇല്ല. കാരണം ഇത് പൗരത്വ പട്ടികയാണോ അല്ലെങ്കിൽ പൗരത്വത്തിൽ നിന്നും പുറത്തു പോകുമോ, ഇങ്ങനെയുള്ള വലിയ ആശങ്കകളാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഇത് SIR ആണ്. SIRലെ വോട്ടർ ലിസ്റ്റിൽ ഇടം പിടിക്കുക എന്നതാണ്. വോട്ടർ ലിസ്റ്റ് എന്നുള്ളത് നമ്മുടെ പൗരാവകാശവുമായി ബന്ധപ്പെട്ട് പൗരന്മാരുടെ അവകാശത്തിൽ ഏറ്റവും സുപ്രധാനമായതാണ് നമ്മുടെ വോട്ടവകാശം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പിന്നെ ഇതിൽ എന്തെങ്കിലും രീതിയിലുള്ള ന്യൂനതകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഹിയറിംഗ് ഉണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടത് ഉണ്ട്, അതിൻ്റെതായ വഴികളുണ്ട്. ഇനി അതുമല്ലെങ്കിൽ നമ്മൾ വോട്ട് പൂർണ്ണമായിട്ടും തള്ളുന്ന രീതിയിലേക്ക് പോയാൽ പിന്നീട് പരാതി കൊടുക്കാനുള്ള അവസരങ്ങളുണ്ട്. അതല്ലാതെ നിയമ നടപടി സ്വീകരിക്കുക, ഇങ്ങനെ ഒരുപാട് വഴികൾ നമുക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഇവിടുത്തെ എല്ലാ വോട്ടർമാർക്കും, ജനാധിപത്യ വിശ്വാസികളായ എല്ലാ വോട്ടർമാർക്കും അവരുടെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബീഹാറിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒന്നുള്ളത്, വാപ്പയുടെയും ഉമ്മയുടെയും പേര് പോലും 2002 ലിസ്റ്റിലില്ല എങ്കിൽ മറ്റു ബന്ധുക്കളുടെ പേര് കൊടുത്താൽ മതിയോ? അതും അത്തരത്തിൽ തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്കും അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോസസ്സാണ് നടക്കേണ്ടത്. അപ്പോൾ അതിനും വഴികളുണ്ട് എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. പിന്നീട് 2002 ഔട്ട് ചെയ്ത ആളുകളുടെ പേര് എന്തുകൊണ്ട് കാണുന്നില്ല? നിലവിൽ 2002 SIR ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ആളുകളാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെട്ട BLOയോട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഇലക്ഷൻ ഓഫീസറുമായി ബന്ധപ്പെടുകയോ ആണ് ചെയ്യേണ്ടത്. അത്തരത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ. 2002 എൻ്റെ വയസ്സ് കൊടുത്തത് 9841 എന്നാണ്. ഇപ്പോൾ എൻ്റെ ആധാർ കാർഡിലെ വയസ്സ്
10/3/1955 എന്നാണ്. ഏത് ആധാർ കാർഡിലുള്ള വയസ്സ് കൊടുത്തുകൂടെ എന്നാണ്. ഇതിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ SIR-ൽ ലിസ്റ്റിൽ എങ്ങനെയാണോ വന്നിട്ടുള്ളത് അതിനുതകുന്ന രേഖയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് മാച്ച് ആവുന്ന രേഖയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഏത് രീതിയിലാണോ ഈ 55 വയസ്സ് എന്നുള്ളത് വളരെ പ്രായമുള്ള ആളുകളായിരിക്കും, അവരുടേതൊന്നും അത്ര കുഴപ്പമുണ്ടാവാനുള്ള സാധ്യതയില്ല. ഇവിടെ പ്രശ്നം വരുന്നത് 1987 ശേഷം 2004 വരെയും 2004 ശേഷം 2004 ശേഷം ജനിച്ച ആളുകളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കൊടുക്കണം എന്നുള്ള കർശനമായ ഒരു ഇതുണ്ട്. അപ്പോൾ അതിനുതകുന്ന രേഖകളാണ് അവർ കൊടുക്കേണ്ടത്. മറ്റുള്ളത് അത്ര വലിയ വിഷയമുള്ള കാര്യമല്ല. ഇത് കിട്ടാത്തവർ എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. കിട്ടാത്തവർക്ക് നിലവിൽ കരട് വോട്ടർ പട്ടിക വന്നതിന് ശേഷം അപേക്ഷിക്കാനുള്ള അവസരമാണുള്ളത്. നിങ്ങൾ 2025 ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫോം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചെക്ക് ചെയ്യുകയും നിങ്ങളുടെ വോട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങളുമായി ബന്ധപ്പെട്ട ബൂത്തിലുള്ള BLOയെ കോണ്ടാക്ട് ചെയ്യുകയുമാണ് വേണ്ടത്. എൻ്റെ 2002 വോട്ടർ പട്ടികയിൽ അബ്ദുൾ ബഷീർ എന്നും 2025 പട്ടികയിൽ ബഷീർ എന്നുമാണുള്ളത്. എൻ്റെ പാസ്പോർട്ട്, SLC ബുക്ക്, ലൈസൻസ്, ആധാർ, റേഷൻ കാർഡ് എല്ലാത്തിലും ബഷീർ എന്നാണ്. ജനന സർട്ടിഫിക്കറ്റിൽ അബ്ദുൾ ബഷീർ എന്നും ആണ്. ഞാൻ എങ്ങനെയാണ് ഫിൽ ചെയ്യുന്നത്? ഈ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ, സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകുന്ന മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ സ്വാഭാവികമാണ്. എല്ലായിടത്തും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകും. ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ പേരും അങ്ങനെയുള്ള നിസ്സാരമായ കാരണങ്ങൾ ഉണ്ടാകും. അതൊന്നും വോട്ട് തള്ളാൻ കാരണമാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ നമ്മൾ നമ്മുടേതായ രേഖകൾ സമർപ്പിക്കുമ്പോൾ ഏറ്റവും കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കുക. അത് 2002 SIR ലിസ്റ്റിൽ ഏത് രീതിയിലാണ് ഉള്ളത് അത്തരത്തിലുള്ള രേഖകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിലവിലുള്ള വോട്ടർ പട്ടികയിലുള്ള പേരുമായി ബന്ധപ്പെട്ട് ഏറ്റവും അതിന് ശക്തമായ തെളിവാകുന്ന രീതിയിലുള്ള നമ്മളുടെ ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട രേഖകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് അതിൽ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ പിന്നെ അങ്ങനെയാണ് ഇതുള്ളത്. പിന്നെ ഒരു ക്ലാരിറ്റി കിട്ടി. ഈ വിഷയത്തിൽ ഒരു വീഡിയോ വരാൻ കാത്തിരിക്കുകയായിരുന്നു. ഏതായാലും ഇതാണ് ഇതിനെ പറ്റിയിട്ടുള്ള പറയേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോയിൽ ഓരോന്നും കൃത്യമായിട്ട് പറഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും എന്തെങ്കിലും കാര്യങ്ങളിൽ ആളുകളോട് സംസാരിക്കേണ്ടി വന്നാൽ നമ്മൾ തുടർ വീഡിയോകളുമായി വരുന്നതാണ്. തീർച്ചയായും നിങ്ങളും നമ്മളെല്ലാവരും കൂടി ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. ഒരാളുടെയും പൗരാവകാശം നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ട് നമ്മൾ ഈ SIR-ന്റെ ഈ പ്രോസസ്സുമായിട്ട് സഹകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പൗരാവകാശം നിലനിർത്തുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആരുടെ പൗരാവകാശവും കവർന്നെടുക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്നുള്ള ഒരു തീരുമാനം കൂടി നമ്മൾ ഈ സമയത്ത് എടുക്കേണ്ടതുണ്ട്.